അമ്മ ഗുഡ് മോർണിംഗ്. എണീറ്റാ? ചിലർ നേരത്തെ എണീറ്റായിരുന്നു. കുളിച്ചൊക്കെ വന്നപ്പോ ലേറ്റ് ആയിപ്പോയമ്മ. അതൊക്കെ പോട്ടെ. അല്ല, മോക്ക് വീടൊക്കെ ഇഷ്ടായാ? ആ വീടൊക്കെ എനിക്ക് ഇഷ്ടായി. നല്ല വീടാമ്മ. മോൾ ഇങ്ങനത്തെ വീടൊന്നും കണ്ടിണ്ടാവില്ല അല്ലേ? ഇത് വിവേകിന്റെ അച്ഛൻ്റെ അച്ഛൻ പണിതാണ്. 40 കൊല്ലം പഴക്കമുണ്ട്. പക്ഷെ നല്ല മരവും നല്ല സാധനം വെച്ച് പണിതോണ്ടേ ഒരു കേടുമില്ല. നല്ല വീട്, സൂപ്പർ വീട് ഇല്ലേ? ഈ അടുക്കളയിൽ ടൈലൊന്നും ഒട്ടിയില്ലായിരുന്നില്ല. അതൊക്കെ ഞങ്ങൾ ഈ കഴിഞ്ഞ 2 കൊല്ലം മുന്നേ ചെയ്തതാണ്. പക്ഷെ സൂപ്പർ വീടാണ്. ഇത്ര വർഷം പഴക്കമുണ്ടെന്ന് പറയില്ല. നല്ല വീടാമ്മ. അല്ല, ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചാണ്, പിന്നെ മറന്നു പോവാണ്. നിങ്ങൾ എത്ര നാളായി ഇപ്പൊ ഈ വാടക വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഞങ്ങളൊരു 15 വർഷമായി മൊത്തം വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ താമസിക്കുന്ന വീട്ടിലൊരു 4 കൊല്ലമായിട്ടുള്ളൂ. 15 കൊല്ലം. ഒരു മാസം എത്രയാണ് വാടക? വാടക 6000 രൂപ. ദൈവം, ഈ 6000 രൂപയാ? ഇത് 15 കൊല്ലം 6000 മാസം വാടകയ്ക്ക് നിങ്ങൾ താമസിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ഒരു സ്വന്തം വീട് മേടിച്ചുകൂടെ ഈ പൈസ ഉണ്ടെങ്കിൽ? 15 കൊല്ലം മാസം അല്ലേ 6000 വെച്ച് കൊടുക്കണേ. അല്ലാണ്ട് പൈസ മൊത്തം നമ്മുടെ കയ്യിലിരിക്കുവല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കില്ലല്ലോ. ഇല്ലാത്തോണ്ടല്ലേ. അത് ശരിയാണ്. ഒരുമിച്ചില്ലാത്തോണ്ടാണല്ലോ അല്ലേ വാടകയ്ക്ക് താമസിക്കുന്നത്. അത് ശരിയാണ്. പക്ഷെ ഒന്നാലും എങ്ങനെയല്ലേ ഈ വാടക വീട്ടിൽ കിടക്കുന്നത്? ഇതൊക്കെ കിടന്ന് ഉറക്കം വരുമോ? ഞാൻ ഇങ്ങനെ ആലോചിക്കും. അപ്പുറം ഇപ്പുറം നമ്മുടെ ഇവിടെ ഒന്നും ഇങ്ങനെ വാടക വീട്ടിൽ താമസിക്കുന്നില്ല. ഇവിടെയൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരാണേ. ഈ വാടക വീട്ടിൽ താമസിക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴേക്കും വിഷമാണ്. നമുക്ക് മുന്നേ വീടുണ്ടായിരുന്നേ. പിന്നെ അച്ഛന് ചെറിയൊരു ബിസിനസ് നടത്തി അത് കടം വന്ന് അങ്ങനെ വിൽക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് പിന്നെ വാടക വീട്ടിലേക്ക് മാറിയത്. അപ്പൊ സ്വന്തം വീട് ഉണ്ടായിരുന്നതാണ്, അത് വിറ്റ് പോയതാണ് അല്ലേ? അങ്ങനെ പറ. അയ്യോ, ഞാൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോളെ ചായ ഉണ്ട്, അവനും കൊണ്ട് കൊടുക്ക്. ചായ ഉണ്ടാക്കി തരാം.